മലപ്പുറം ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായിട്ടുള്ള മലപ്പുറം സെൻട്രൽ സഹോദയയുടെ 2024-25 അക്കാഡമിക് ഇയറിലുള്ള CBSE സ്കൂളുകളുടെ കുട്ടികളുടെ ഡിസ്ട്രിക്ട് സയൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോ സൈടെക്സ് 24 എന്ന പേരിൽ നടത്തപ്പെടുകയാണ്. ഇത്തവണ ഇത് നടത്തുന്നത് കരുവാരുകുണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഈ മലപ്പുറം സെൻട്രൽ സഹോദയക്ക് കീഴിൽ 76 സ്കൂളുകളാണ് മെമ്പർമാരായിട്ടുള്ളത്. അതിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് 25ഓളം സ്കൂളുകളും അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകൾ നമ്മുടെ കുട്ടികളുടെ പ്രദർശനവും മറ്റും കാണുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കരുവാരുകുണ്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന ഏറ്റവും സാങ്കേതികമായ ഏറ്റവും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാമായിരിക്കും സൈടെക്സ് 24. ഇന്നവേറ്റിംഗ് ടുമോറോ ടുഡേ ടുഗദർ എന്നുള്ള ഒരുമിച്ച് നാളേക്ക് വേണ്ടി ഇന്ന് ഒരുമിച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു തീമിലാണ് ഈ വർഷം നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത്. നവംബർ 20, 29, 30 ദിവസങ്ങളിലായിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം 31 ഇനങ്ങളിലായിട്ട് 891 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ബാക്കി 300ഓളം കുട്ടികൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സെമിനാറിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ വരുന്ന കുട്ടികളെ മുഴുവൻ മത്സരവും അതുപോലെ തന്നെ അത് ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും ഔദ്യോഗികപരമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററി റേറ്റിംഗ്, പരീക്ഷണം, മാത്സ് ഗെയിം, പോസ്റ്റർ മേക്കിംഗ്, ക്വിസ്, ടെക് ടോക്ക്, പിന്നെ സ്പോർട്ട് ഇവൻസായ പേപ്പർ ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, വെജിറ്റബിൾ കാർവിങ്, ബോട്ടിൽ ആർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ കാലികമായ 4 വിഷയങ്ങളാണ് ആസ്പദമാക്കിയിട്ടാണ്, തീമിനെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി നടക്കുന്നത്. കാറ്റഗറി 1 ഐറ്റത്തിൽ 3 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ്. അവർക്കുള്ള തീം വേസ്റ്റ് ടു എനർജി എന്നുള്ളതാണ്. വേസ്റ്റിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിലായിരിക്കും അവരുടെ സ്റ്റിൽ മോഡലും വർക്കിംഗ് മോഡലും പോസ്റ്ററും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതോടൊപ്പം തന്നെ 5 മുതൽ 7 വരെ ക്ലാസ്സിലെ കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ന്യൂ ഐഡിയാസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അത് പുതുതലമുറയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർ അതിൻ്റെ വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും ഒക്കെ ചെയ്യും. 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെക്നോളജി ഇൻ ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിലെ സാങ്കേതിക കാര്യങ്ങൾ ആണ്, പിന്നെ സംവിധാനങ്ങളാണ് അവർ അതിനകത്ത് പ്രതിപാദിക്കുന്നത്. +1, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇന്നവേഷൻസ് ഇൻ ഹെൽത്ത് കെയർ, ആരോഗ്യ മേഖലയിലുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവരും ചർച്ച ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഇതാണ് 1ാമത്തെ ദിവസം നടക്കുന്നത്. 2ാമത്തെ ദിവസം നമ്മുടെ ഈ പറഞ്ഞ കുട്ടികളും അതോടൊപ്പം തന്നെ ഈ 76ഓളം സ്കൂളുകളിലെയും നമ്മുടെ പരിസരങ്ങളിലെ അൺഎയ്ഡഡ് മേഖലയിൽപ്പെട്ട വിവിധ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകളൊക്കെ തുടങ്ങിയ സഹകരണത്തോടുകൂടിയുള്ള ഒരു എക്സിബിഷനാണ്. അവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ 2ാമത്തെ ദിവസം പൊതുജനങ്ങൾക്കുള്ള പ്രവേശനമുണ്ട്. അവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ആ സമയത്ത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകർ തയ്യാറാക്കിയ വിവിധ സ്റ്റാളുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSE ISRO തിരുവനന്തപുരത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ മേളക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു അമ്പിളി K എന്ന് പറയുന്ന അവരുടെ ഒരു പ്രൊപ്പലൻ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് സെൻറ്ററിലുള്ള ഒരു സയൻറ്റിസ്റ്റിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശനിയാഴ്ച ആണ് അവർ കുട്ടികളുമായിട്ട്, ഈ തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഒരു 2.5 മണിക്കൂർ സെഷൻ ഇൻട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ കോഡിംഗ് രംഗത്തൊക്കെ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള ഉമർ അബ്ദുസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സെഷൻ ഉണ്ട് കുട്ടികളുമായിട്ടും. അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിലുള്ള സ്കൂളിംഗ് ഇൻ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആണ് അദ്ദേഹം പ്രിൻസിപ്പൽമാരായിട്ടും അതുപോലെ അധ്യാപകരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ 2 ടോക്കിംഗ് സെഷനുകളാണ് നടക്കുന്നത്. ഇതേപോലെ തന്നെ ടെക് ടോക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റിലൂടെ ലോകത്തിൽ അവതരിപ്പിച്ചുള്ള ഏറ്റവും പുതിയ ടെക്നോളജീനെ കുറിച്ച് ഈ വരുന്ന സ്കൂളുകളിലെ കുട്ടികളും, അത് 9, 10 ക്ലാസ്സിലെ കുട്ടികളും +2 കുട്ടി 2 വിഭാഗത്തിലെ കാറ്റഗറി 3, 4 കുട്ടികളുടെ വിഭാഗത്തിലെ കുട്ടികൾ അവരുടെ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യും, ടോക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതാണുള്ളത്. 2ാമത്തെ ദിവസത്തിൽ ഈ ടോക്കുകൾ VSSE എന്നുള്ള സയൻറ്റിസ്റ്റിനെ കൂടാതെ തന്നെ നമ്മളൊരു പ്ലാനറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സോളാർ സിസ്റ്റത്തിനെയും ഒക്കെ പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ടൊരു ഹൊറർ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഏകദേശം 12 അടി ഉയരത്തിൽ നമുക്ക് ചന്ദ്രയാൻ 2യുടെ ലാൻഡർ റോവറുടെ ഒരു മാതൃക നമ്മുടെ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു നമുക്ക് വ്യത്യസ്തമായി എടുത്ത് പറയാനുള്ളൊരു കാര്യം. സ്റ്റുഡിയോ മെറ്റാവേഴ്സ് പുതിയ ടെക്നോളജിയാണ്. മെറ്റാവേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരേ സമയം 10 ആളുകൾക്ക് വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്ഭുതകരമായ എക്സ്പീരിയൻസ് വേണ്ടിയുള്ള VR സ്റ്റുഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും വരുന്ന പേരൻസിന് വേണ്ടിയിട്ട് കൗതുകകരമായി ഒരു ഡോഗ് റോബോ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് അവാർഡ്സുകളൊക്കെ വാങ്ങിയൊരു ടീമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ തന്നെയാണത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ. അതിനുള്ള പിന്നിലുള്ള ടെക്നോളജി ഈ ഹോസ്റ്റൽ സ്കൂളിലെ കുട്ടികൾ അതിനുള്ള പിന്നിലെ ടെക്നോളജി എന്താണെന്നുള്ളത് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുകയും സ്പോട്ടിൽ നമ്മുടെ പരിസരങ്ങളിലൂടെ അത് ഓടി നടക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു അത്ഭുതകരമായ കാഴ്ചയും കൂടി നമ്മൾ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ പിന്നെ പഴയ കാറുകളുടെ വിൻറ്റേജ് കാറുകളുടെ ഒരു ഷോയും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ടെക്നോളജിയിലെ ഈ അവസരത്തിലുള്ള ഏറ്റവും പുതിയ കാര്യങ്ങളാണ് നമ്മളിവിടെ. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഗിഫ്റ്റുകളും കാര്യങ്ങളും മത്സരങ്ങളിൽ സയൻസ് ആയിട്ടുള്ള തമാശകരമായിട്ടുള്ള മത്സരം മാത്രമല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്നൊവേറ്റീവായുള്ള ഗെയിമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്ത് സമ്മാനങ്ങൾ വാങ്ങാനുള്ള അവസരം കൂടി ഈ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും സഹകരണം ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച 4 മണിയോടുകൂടി നമ്മളെ മേള അവസാനിപ്പിക്കും. നമ്മുടെ ഈ 4 കാറ്റഗറിയിലെ ചാമ്പ്യന്മാർക്ക് അവാർഡുകൾ കൊടുക്കുന്നതോടുകൂടിയിട്ട് ഒരു വാലിഡേറ്ററി ഫംഗ്ഷനോട് കൂടിയിട്ട് അതിനകത്ത് മുഖ്യ അതിഥിയായിട്ട് നമ്മളെ VSSC എന്നുള്ള അമ്പിളി മേഡാണ് അതിനകത്ത് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഉമർ MLA നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ഉമർ MLA, മാനേജർ, സഹോദയയുടെ പ്രിൻസിപ്പൽമാർ തുടങ്ങിയ ആളുകളൊക്കെ അതിനകത്ത് അതിഥിയായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.